പീതാംബരം കരവിരാജിതശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമഃ. ശ്രീമദ്ഭാഗവതം അഷ്ടമസ്കന്ധം ദ്വിതീയോധ്യായ. ശ്രീശുക ഉവാച ആസീൽഗിരിവരോ രാജം ത്രികൂട ഇതി വിശ്രുത ക്ഷീരോദേനാവൃത ശ്രീമാൻ യോജനായുധമുച്ഛ്രിത. ആ ഗജേന്ദ്രമോക്ഷം, ആ ഗജേന്ദ്രൻ്റെ ആ കഥ പറയാൻ തുടങ്ങുകയാണ്. ഈ പരീക്ഷിത്തെ ക്ഷീരോദേന ആവൃത, പാൽക്കടലിനാൽ ചുറ്റപ്പെട്ടതും യോജനായുധം ഉച്ഛ്രിത, 10,000 യോജന ഉയർന്നു നിൽക്കുന്നതും ആയിട്ടുള്ള ശ്രീമാൻ ത്രികൂട ഇതി വിശ്രുത, വളരെ ഐശ്വര്യമുള്ളതായിട്ടുള്ള ത്രികൂടം എന്ന പേര് പ്രസിദ്ധമായിട്ടുള്ള ഗിരിവര ആസീൽ, ഒരു വൻ പർവ്വതം ഉണ്ടായിരുന്നു. താവതാ വിസ്തൃതപര്യത്രിഭിഃ ശൃംഗൈപയോനിധിം ദിശഖം രോചയന്നാസ്തേ രൗപ്യായ സഹിരൺമയൈ. ഈ ചുറ്റും ഈ പർവ്വതത്തിൻ്റെ താവതാ വിസ്തൃത, അത്ര തന്നെ പരന്നു കിടക്കുന്ന രൗപ്യ ആയസ ഹിരൺമയി, വെള്ളി, ഇരുമ്പ്, സ്വർണം എന്നിവയാലുള്ള 3 ശൃംഗൈ, ശിഖരങ്ങളാൽ, പയോനിധിം സമുദ്രം, ദിശ ദിക്കുകൾക്കം ആകാശം, ഇവയെല്ലാം രോചയൻ പ്രകാശമയമാക്കിക്കൊണ്ട് അങ്ങനെ നിലനിൽക്കുന്നു എന്ന് പറയുകയാണ്. അതായത് ഈ പർവ്വതത്തിന് ഇങ്ങനെ 3 കൊടുമുടികളും ഉണ്ടായിരുന്നു എന്നാണ്. ഒന്ന് സ്വർണം കൊണ്ടാണ്, ഒന്ന് വെള്ളി കൊണ്ടാണ്, ഒന്ന് ഇരുമ്പ് കൊണ്ടാണ്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണമാണ് സൂചിപ്പിക്കുന്നത്. അന്യൈശ്ച കകുപസർവ രത്നധാതു വിചിത്രിതൈ നാനാദ്രുമലതാഗുൽമൈർ നിർഘോഷൈർ നിർജ്ജരംഭസം. രത്നധാതു വിചിത്രിതൈ, രത്നങ്ങളാലും മനയോല മുതലായിട്ടുള്ള ധാതുക്കളാലും തിളങ്ങുന്ന വേറെ കൊടുമുടികളാലും സർവാ കകുപ, എല്ലാ ദിക്കുകളെയും ശോഭിപ്പിച്ചു എന്ന് പറയുകയാണ്. ഈ ഇതിലെ പർവ്വതത്തിൽ വേറെയും കൊടുമുടികളുണ്ടായിരുന്നു പറയുകയാണ്. ഒപ്പം തന്നെ നാനാദ്രുമലതാ ഗുൽമൈ, പലതരത്തിലുള്ള വൃക്ഷങ്ങൾ, വള്ളിക്കുടികൾ ഇവയാൽ നിറഞ്ഞുള്ളതും നിർജ്ജര അംബസാം, അരുവികളിലെ ആ വെള്ളച്ചാട്ടങ്ങളുടെ നിർഘോഷ ശബ്ദഘോഷത്തോടെയും കൊണ്ട് ഇങ്ങനെ നിലകൊള്ളുന്നു ആ പർവ്വതം എന്ന് പറയുകയാണ്. അതായത് വള്ളിക്കുടികളുണ്ട്, അരുവികളുടെ നീർച്ചാട്ടങ്ങൾ, ഇതെല്ലാം അങ്ങനെ ശോഭിച്ചുകൊണ്ട് അവിടെ ഉണ്ട്. ഒപ്പം തന്നെ എങ്ങനെയാണ് സിന്ദൂരം, മനയോല മുതലായ ധാതുക്കളാലും രത്നങ്ങളാലും ശോഭിക്കുന്ന വേറെയും ധാരാളം കൊടുമുടികളും ഉണ്ട് ഈ ത്രികൂട പർവ്വതത്തിന്. ചാവനിജ്യമാനാംഘ്രി സമന്തൽപയ ഊർമിഭി കരോതി ശ്യാമളാം ഭൂമിം ഹരിമരകദാശ്മഭി. സ ആ പർവ്വതം സമന്താൽ പയ ഊർമിഭി, അതായത് ഈ പർവ്വതം എങ്ങനെയാണെന്ന് വെച്ചാൽ ചുറ്റും ഇങ്ങനെ പാലാഴിയിലല്ലേ ഈ പർവ്വതം, അതിനെ പാലാഴിയിൽ നിന്നുള്ള തിരകളെ കൊണ്ട് അങ്ങനെ ആ അവനിജ്യമാനാംഘ്രി കഴുകപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന അടിവാരങ്ങളോട് കൂടിയതായിട്ട് ഹരിൻ മരകത അശ്മഭി, നല്ല മരകത പച്ച രത്നക്കല്ലുകളാൽ ഭൂമിയും ആ തീരഭൂമിയെ മുഴുവൻ ശ്യാമളാം കരോതിജ, സസ്യശ്യാമളമാക്കിയിരുന്നു എന്ന് പറയുകയാണ്. അവിടെ സിദ്ധചാരണ ഗന്ധർവ വിദ്യാധര മഹോരകൈ കിന്നരൈരപ്സരോഭിശ്ച ക്രീഡദ്ഭിജുഷ്ടകന്ധരാ. ക്രീഡദ്ഭി എപ്പോഴും ക്രീഡിക്കുന്നവരായിട്ടുള്ള സിദ്ധന്മാർ, ചാരണന്മാർ, ഗന്ധർവന്മാർ, വിദ്യാധരന്മാർ, വലിയ മഹാനാഗങ്ങൾ ഇവരാലും കിന്നരൈ അപ്സരോപിജ, അതായത് കിംപുരുഷന്മാർ, അപ്സര സ്ത്രീകൾ ഇവരാലും ജുഷ്ടകന്ധ ആശ്രയിക്കപ്പെട്ട ഗുഹകൾ ധാരാളം ഉണ്ടായിരുന്നു ഈ പർവ്വതത്തിൽ എന്നാണ് പറയുന്നത്. അത്രയാണ് ആ ജുഷ്ടകന്ധര.
യത്ര സംഗീതസന്നാദൈർ നദൽ ഗുഹമമർഷയാ അഭിഗർജന്തി ഹരയ ശ്ലാഘിന പരശങ്കയാ. ഒപ്പം തന്നെ ശ്ലാഘിന ഹരയ, ഈ പർവ്വതത്തിലെ ഗുഹകളിലെ ആ ഭാഗങ്ങളിലൊക്കെ ധാരാളം സിംഹങ്ങളിങ്ങനെ വലിയ വന്യമൃഗങ്ങൾ ധാരാളം അതിൽ സിംഹങ്ങൾ അങ്ങനെ പോണ സമയത്ത് എത്ര സംഗീത സന്നാദൈ നദത് ഗുഹ, ഈ ഗുഹ ഇങ്ങനെയാണ് ഈ യാതൊരിടത്ത് ഈ അതായത് സംഗീതത്തിൻ്റെ ഉച്ചാലാപനങ്ങളാൽ പ്രതിധ്വനിക്കപ്പെട്ട ഗുഹകളോടുകൂടിയ സ്ഥലത്തേക്ക് പരശങ്കയാ അമർഷയാ അഭിഗർജന്തി എന്ന് പറയുകയാണ്. അതായത് സിംഹങ്ങളങ്ങനെ ചെല്ലുമ്പോൾ ഈ ഗുഹകളിലേക്ക് തന്നെ ചെല്ലുമ്പോൾ പല നാദങ്ങളുണ്ടല്ലോ, ഈ വെള്ളച്ചാട്ടങ്ങളുടെ ശബ്ദം, അതൊക്കെ അങ്ങനെ ഈ നാദങ്ങളിലൊക്കെ ഈ ഗുഹയിൽ ചെന്നിട്ട് അങ്ങനെ ആ മാറ്റൊലിക്ക് കൊണ്ടുകൊണ്ടിരിക്കും. ആ സമയത്ത് സിംഹങ്ങൾക്ക് തോന്നും തങ്ങളുടെ ശത്രുക്കൾ ആരൊക്കെ ഇവിടെ നിന്ന് വിചാരിച്ചാൽ സിംഹങ്ങൾ അങ്ങനെ ഓട്ടൊക്കെ ആ ഗുഹയിൽ നോക്കിയാണ് അലറാൻ നിൽക്കും. അപ്പോൾ ആ സമയത്ത് ശത്രു സിംഹങ്ങളുടെ അലർച്ച തോന്നിയിട്ട് വീണ്ടും ഗംഭീര സ്വരത്തിൽ അങ്ങനെ ഗർജിച്ച് തുടങ്ങുന്നു പറയുകയാണ്. നാനാരണ്യ പശുവ്രാത സങ്കുലദ്രോണ്യലങ്കൃത ചിത്രദ്രുമസുരോദ്യാന കളകണ്ഠ വിഹംഗമാ സരിൽ സരോവിലച്ഛോദൈ പുളിനൈർമണിവാലുകൈ ദേവസ്ത്രീ മജ്ജനാമോദ സൗരവാമ്പു അനിലൈര്യുതാ. പിന്നെയോ നാനാ അരണ്യ പശുവ്രാത സങ്കുലദ്രോണി അലങ്കൃത, പല വിധത്തിലുള്ള സിംഹങ്ങൾ മാത്രമല്ല കാട്ടുമൃഗങ്ങളുടെ കൂട്ടങ്ങൾ ഇടതിങ്ങി നിൽക്കുന്ന താഴ്വരകളുണ്ട് ഈ പർവ്വതത്തിൻ്റെ ചുറ്റും. പിന്നെയോ ചിത്രദ്രുമസുര ഉദ്യാന കളകണ്ഠ വിഹംഗമ, പലതരം വൃക്ഷങ്ങളുള്ള ദേവോദ്യാനങ്ങളിൽ മാധുര്യത്തോടെ ഇങ്ങനെ കൂവുന്ന പറവകളങ്ങനെ പറന്ന് കിടക്കുന്നുണ്ട്. അച്ഛോദൈ, നല്ല സ്വച്ഛമായിട്ടുള്ള ശുദ്ധജലമുള്ള സരിൽ സരോബി, കാട്ടരുവികളോടും ജലാശയങ്ങളോടും മണിവാലുകൈ, രത്നശകലങ്ങൾ കൊത്ത മണൽത്തരികൾ ഇങ്ങനെ കൂടിക്കിടക്കുന്ന പുളിനൈ തിട്ടുകളുമായി സ്ഥലത്തുകൾക്കൊക്കെ സടസ്സുകൾക്കൊക്കെ നല്ല മണൽ തിട്ടുകളുണ്ട്. അവിടെ ദേവസ്ത്രീ മജ്ജന ആമോദ സൗരഭ അമ്പു അനിലൈ യുത, അവിടെ ഇങ്ങനെ ആ ദേവസ്ത്രീകൾ അങ്ങനെ ജലക്രീഡയ്ക്ക് വേണ്ടിയിട്ട് വരും. അപ്പോൾ അവരുടെ അതിസുഗന്ധ എന്നുള്ള ജലത്തിലൂടെ വീശി വരുന്ന കാറ്റിനോടും ചേർന്ന് ഉല്ലസിക്കുന്നതായിരുന്നു ആ പർവ്വതം എന്ന് പറയുകയാണ്. എന്തിനു പറയും, എല്ലാവരുടെയും ഒരു കേളീവിഹാര രംഗമായിരുന്നു ഈ പർവ്വതം. തസ്യദ്രോണ്യം ഭഗവതോ വരുണസ്യ മഹാത്മന ഉദ്യാനമൃദുമന്നാമ ആക്രീഡം സുരയോഷിതം. തസ്യദ്രോണ്യം, ആ പർവ്വതത്തിൻ്റെ താഴ്വരയിൽ മഹാത്മന ഭഗവത വരുണസ്യ, മഹാത്മാവായുള്ള ഭഗവാൻ വരുണൻ്റെ ഋതുമത്ത് എന്ന് പേരായിട്ടുള്ള ഒരു ഉദ്യാനമുണ്ട്. സുരയോഷിതം ആക്രീഡം, അത് ദേവസ്ത്രീകളുടെ ഒരു പ്രത്യേകമായിട്ടുള്ള വിഹാര രംഗമാണെന്ന് പറയുകയാണ്. സർവതോലങ്കൃതം ദിവ്യൈർ നിത്യം പുഷ്പബലദ്രുമൈ മന്ദാരൈ പാരിജാതൈശ്ച പാടരാശോകചമ്പകൈ ചൂതൈ പ്രിയാളൈ പനസൈർ ആമ്രൈർ ആമ്രാതകൈരവി ക്രമുകൈർ നാളികേരൈശ്ച ഖർജൂരൈ ബീജപൂരൈ മധുകൈ സാലതാലൈശ്ച തമാലൈർ രസനാർജുനൈ അരിഷ്ടോദുംബരപ്ലക്ഷൈർ വടൈ കിംശുകചന്ദനൈ പിച്ചുമന്തൈ കോവിദാരൈ സരളൈ സുരദാരുഭി ദ്രാക്ഷേക്ഷുരംഭാജംബൂവിർ ബദര്യാക്ഷാവയാമലൈ ബില്വൈ കവിത്തൈർ ഗംഭീരൈ മൃദോ ഭല്ലാദകാദിഭി തസ്മിൻ സരസ്സു വിപുലം ലസൽ കാഞ്ചന പങ്കജം കുമുദോൽപലകൽഹാര ശതപത്രശ്രിയോർജിതം മത്തഷട്പദ നിർഘുഷ്ടം ശകുന്തൈശ്ച കളസ്വനൈ ഹംസകാരണ്ഡവാകീർണം ചഹ്രാഹ്വൈ സാരസൈരപി ജലകുക്കുടകോയഷ്ടി ദാത്യൂകകുലപൂജിതം മത്സ്യകച്ഛപസഞ്ചാര ചലൽ പദ്മരജപ്പയ കദംബവേദസനള നീപമഞ്ജുളകൈർവൃതം കുന്ദൈ കുരവകാശോകൈ ശിരീഷൈ കുടജേങ്കുതൈ കുബ്ജകൈ സ്വർണയൂദീവിർ നാഗപുന്നാഗജാതിഭി മല്ലികാശതപത്രൈശ്ച മാധവീജാലകാദിഭി ശോഭിതം തീരജൈശ്ചന്യൈ നിത്യർത്തുവിരലം ദ്രുമൈ. ഇനി ആ ഉദ്യാനത്തിൻ്റെ വർണ്ണനയാണ് നേരത്തെ ചൊല്ലിയുള്ള ശ്ലോകങ്ങളിലൊക്കെ കൂടി. എന്താണ് ആ ഉദ്യാനത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവ്യമായിട്ടുള്ള പൂമരങ്ങളാൽ അങ്ങനെ മറ്റു പൂമരങ്ങൾ അതുമാതിരി മറ്റ് വൃക്ഷങ്ങളാലൊക്കെ
അലങ്കൃതമാണെന്ന് പറയുകയാണ്. എന്തൊക്കെയാണ് അവിടുത്തെ വൃക്ഷങ്ങൾ? മന്ദാരം, പാരിജാതം, അശോകം, ചുവന്ന ചെമ്പകം, തേന്മാവ്, പ്രിയാളം, പുലാവ്, പലതരം മാവുകൾ, അമ്പാഴം, കഴുങ്ങ്, തെങ്ങ്, ഈന്ത, മാതളം, ഇരിപ്പ, പൈന്, കരിമ്പന, തമാലവൃക്ഷം, വേങ്ങ, നീർമരുത്, ഉറിഞ്ചി, അത്തി, ഇത്തി, പേരാല്, മുരുക്ക്, ചന്ദനം, പഞ്ഞിമരം, കോവിതാരം അല്ലെങ്കിൽ കരവീരെന്ന് പറയും, ചരളം, ദേവതാരം, മുന്തിരി, കരിമ്പ്, വാഴ, ഞാവല്, ഇലന്ത, താന്നി, കടുക്കമരം, നെല്ലി, കൂവളം, വിളാർമരം, നാരകം, ചേര്, ഇങ്ങനെ പലതരത്തിലുള്ള വൃക്ഷങ്ങളുണ്ട്. ഒപ്പം തന്നെ വള്ളികളും നിറഞ്ഞതാണ്. ആ ഉദ്യാനത്തിൽ എങ്ങനെയാ വെച്ചാൽ പറഞ്ഞില്ലേ, വലിയ വിശാലമായിട്ടുള്ളൊരു തടാകം ഉണ്ടായിരുന്നു ഈ ഉദ്യാനത്തിൻ്റെ നടുക്കായിട്ട്. ആ തടാകത്തിൽ എങ്ങനെയാ വെച്ചാൽ നല്ല സ്വർണ്ണ താമര, കുമുദോൽപ്പല, ലസൽ കാഞ്ചന പങ്കജം, ചുവന്ന താമരകളാണ് ഇങ്ങനെ നിറഞ്ഞതാണത്. ഒപ്പം തന്നെ കൊടുത്തൊരു ആമ്പലുണ്ട്, നീലത്താമരുണ്ട്, കരിങ്കൂവളുണ്ട്, ചെന്താമരുണ്ട്. ഇതെല്ലാം ഇങ്ങനെ നിറഞ്ഞ ശോഭയോടുകൂടി നിൽക്കുന്നുണ്ട് അതിൽ ആ തടാകത്തിൽ. അങ്ങനെ ആ പുഷ്പങ്ങളുടെ ഗന്ധം കൊണ്ട് വണ്ടുകളങ്ങനെ മുരണ്ട് കൂടുണ്ട്. പക്ഷികളങ്ങനെ കളകള ശബ്ദം മുഴക്കിക്കൊണ്ട് അങ്ങനെ എങ്ങും കാണപ്പെടും. അത്തരം പക്ഷികളാണ് ചക്രവാകം, സാരസം, ഹംസം, കാരണ്ഡവം, കുളക്കോഴി, പൊന്മ, നത്ത്, ഇങ്ങനെ ഇതിൻ്റെയൊക്കെ ആ കൂജനം കൊണ്ട് അങ്ങനെ മുഖരിതാണ് അവിടെ മുഴുവൻ. മത്സ്യങ്ങളും ആമകളൊക്കെയാണ് സഞ്ചരിക്കുക. കാരണം ഇളകിയുള്ള ഈ താമരപ്പൂക്കളുടെ പൂമ്പൊടി അങ്ങനെ വെള്ളത്തിലാണ് കലർന്നിട്ടുണ്ട് ജലത്തിൽ. എന്നിട്ടോ കടമ്പുവള്ളി, ആറ്റുവഞ്ഞി, രാമച്ചം, നീലക്കടമ്പ്, അതുമാതിരി ഇതിൻ്റെയൊക്കെ ധാരാളം വള്ളിക്കൂടലുകൾ ആണ് ശോഭിതാണ് ഈ തടാകത്തിൻ്റെ തീരപ്രദേശം. മുല്ല, അതുമാതിരി കുറിഞ്ഞിപ്പൂവ്, അശോകം, വാഗ, കുടകപ്പാല, ഓടൽ, ചേമന്തി, മഞ്ഞക്കുറുമഴി, നാഗം, പുന്നാഗം, പിച്ചകം, മുല്ല, സ്ഥലപത്മം, വേറെ തരം മുല്ല, ഇങ്ങനെ പലതരത്തിലുള്ള തീരവൃക്ഷങ്ങൾ, ഇതൊക്കെ വള്ളികൾ ശോഭിക്കുക കാരണമായിട്ട് എന്നും അവിടെ വസന്ത ഋതുവാണ് അവിടെ എന്ന് പറയും. എപ്പോഴും ആ ജലത്തിൽ താമരപ്പൂവും കൂടി കലർന്നതായിട്ട് പറഞ്ഞ് എന്തിനാണെന്ന് തന്നില്ലേ തുടർന്നുള്ള ഭാഗങ്ങൾ അങ്ങനെ വിസ്തരിച്ച് പറയും. തത്രൈകദാതൽ ഗിരികാനനാശ്രയാ കരേണുഭിർവാരണയൂധവശ്ചരൻ സകണ്ഠകാഞ്ചീജകവേണുവേത്രവൽ വിശാലഗുൽമം പ്രരുജൻ വനസ്പതിൻ. അങ്ങനെ ആ ഉദ്യാനത്തിലേക്ക് ഏകദാ ഒരു കാലത്ത് തദ്ഗിരികാനനാശ്രയ, ആ പർവ്വതത്തിലെ വനം വാസസ്ഥാനമാക്കിയിട്ടുള്ള വാരണയോധവ, ഒരു ആനക്കൂട്ടങ്ങളുടെ തലവൻ എന്ത് ചെയ്തു? കണ്ടകാൻ വനസ്പതീൻ ആനകളെ കൂട്ടത്തോടി കളിക്കണം. അവിടേക്കാണ് വരികയാണ്. എങ്ങനെയാണ് വരണ സമയത്തുണ്ടല്ലോ നല്ല വൻ മരങ്ങളെയും അതുമാതിരി നല്ല മുള്ളുള്ള സ്ഥലങ്ങളിൽ മരങ്ങളെ അതിനെയും കീചക മുളകളും ഓടകളും ചുവലുകളുള്ള വൻ കുറ്റിക്കാടിനെയൊക്കെ പ്രരുജൻ തകർത്തുകൊണ്ടാണ് ആനകളുടെ വരവ്. ഒപ്പം അങ്ങനെയാണ് ആനയുടെ കൂടെ കരേണുവി തത്ര ചരൺ സഞ്ചരിച്ചുകൊണ്ട് അവരങ്ങനെ കാട്ടിലങ്ങനെ ഇതിൽ ആ മരങ്ങളൊക്കെ കുത്തി പുഴക്കിയിട്ടും അതിന് പോയി തിന്നിട്ടും പൊടി പാറിച്ചിട്ടും അങ്ങനെ ആ കൂട്ടത്തോടു കൂടി അങ്ങനെ നടന്നുകൊണ്ട് പോവുകയാണ്. ഇനി ആ ഗജേന്ദ്രൻ്റെയും ആ സംഘത്തിൻ്റെ ആ കേമത്വം പറയാണ്. യൽ ഗന്ധമാത്രാൽ ഹരയോ ഗജേന്ദ്ര വ്യാഘ്രാദയോ വ്യാളമൃഗാസ ഖഡ്ഗ മഹോരഗാശ്ചാപി ഭയാൽ ദ്രവന്തി സഗൗരകൃഷ്ണ ശരഭാശ്ച മല്യ വൃകാ വരാഹ മഹിഷർക്ഷശല്യ ഗോപുച്ഛസാലാവൃകമർക്കടാശ്ച അന്യത്ര ക്ഷുദ്ര ഹരിടാശാദയ ചരന്യഭീതയദനുഗ്രഹേണ. ഈ ആനയുടെ ആ ഗന്ധം മാത്രം കൊണ്ട് കേട്ടുകൊണ്ടുള്ള ആ കാണിക്കുന്ന സമയത്ത് തന്നെ ഹരയ സിംഹങ്ങൾ, അതുമാതിരി ഗജേന്ദ്ര, മറ്റു ഗജവീരന്മാർ, സഖഡ്ഗ, ഒപ്പം തന്നെ കണ്ടാമൃഗങ്ങൾ ഉൾപ്പെടെയുള്ള അതുമാതിരി വ്യാഘ്രാതയ, നരി മുതലായുള്ള ക്രൂരമൃഗങ്ങളെല്ലാം, ഒപ്പം തന്നെ മൃഗ, വരാഹ, അതായത് ചെന്നായ്ക്കള്, കാട്ടുപന്നികള്, കാട്ടുപോത്ത്, കരടി, മുള്ളംപന്നി, മഹോരക, വലിയ ഇതെല്ലാം എങ്ങനെയാണ് ഈ ആനയുടെ ഗന്ധം കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ ഭയാൽ ദ്രവതി പേടിച്ച് ഓടുന്നു പറയുകയാണ്. പിന്നെ ആ സമയത്തോ ഗൗരകൃഷ്ണ, നല്ല വെറുത്തും കറുത്തും നിറമുള്ള ശരഭ 8 അടി മാനുകൾ, ചമരിമാനുകൾ, ഗോപുച്ഛ സാലാവൃക മർക്കടാച, നീണ്ട വാലുള്ള കരിങ്കുരങ്ങൾ, കുറുക്കന്മാർ, മൊച്ചക്കുരങ്ങൾ,
ഹരിണ മാനുകൾ, ശശാതയ മുയലുകൾ, ഈ മാതിരിയുള്ള മറ്റു ക്ഷുദ്രമൃഗങ്ങളും ഇത് അനുഗ്രഹേണ ഈ ആന ഇങ്ങനെ ആ ആനയും കൂട്ടം അങ്ങനെ നടക്കുമ്പോൾ ആനയുടെ അനുഗ്രഹം കൊണ്ട് ആനയുടെ രക്ഷയിൽ കാരുണ്യത്താൽ അവിടെ അങ്ങനെ യാതൊരു പേടിയില്ലാണ്ട് കഴിഞ്ഞു. കാരണം ദുഷ്ടമൃഗങ്ങളൊക്കെ പേടിച്ച് ഒളിച്ചില്ലേ. അതുകൊണ്ട് അന്യത്ര അഭീതാചരന്തി, വേറെ ഒരിടത്ത് അവരങ്ങനെ അങ്ങനെ ചരിക്കണം. അവർക്ക് യാതൊരു പേടിയില്ലാണ്ട് അവരങ്ങനെ കാട്ടിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ആന തങ്ങളുടെ ഗജേന്ദ്രൻ ആന രാജാവായിട്ട് തങ്ങളുടെ കൂട്ടണം എന്നുള്ള ഭാവത്തിൽ. ഇങ്ങനെ സഘർമ്മതപ്രകരിഭിക്കരേണുഭിർ മൃദോ മദച്ചുൽക്കളഭൈരനുദ്രുത ഗിരിം ഗരിം നാ പരിത പ്രകമ്പയൻ ദിവ്യമാനോളികുലൈർമദാശനൈ. ഇങ്ങനെ ആ ആന ഇങ്ങനെ പോണ സമയത്തുണ്ടല്ലോ മദച്യുത അങ്ങനെ മദജലം അങ്ങനെ വാർന്നിട്ട് മദവിഹ്വലേക്ഷണ, ആ മതം കൊണ്ടങ്ങനെ പരവശമായിട്ടുള്ള ദൃഷ്ടിയോട് കൂടിയിട്ടുള്ള ആ ഗജേന്ദ്രൻ സ കരീഭി കൊമ്പനാനകളാലും കരേണുഭി പിടിയാനകളാലും മൃത ചുറ്റപ്പെട്ടും കളഭൈ ആനക്കുട്ടികളാൽ അനുദ്രത പുറകെ ഓടി വരപ്പെട്ടും ആശനെ മതജലം നുകരുന്ന അളികുല, ഈ ആനയുടെ ആ മതജലത്തിൻ്റെ ഗന്ധം കണ്ടിട്ട് തന്നെ വണ്ടിൻ സമൂഹങ്ങൾ അങ്ങനെ വന്ന് വരുന്നുണ്ട്. നിഷേവ്യമാണ്, അവരാൽ അകമ്പടി സേവിക്കപ്പെട്ടുകൊണ്ടും ഗരിംണ ഗിരിം പരിത, തൻ്റെ ആ ഊക്കുകൊണ്ട് ആ പർവ്വത പരിസരമാകെ അങ്ങനെ നടക്കുന്ന സമയത്ത് പ്രകമ്പയൻ വിറപ്പിച്ച് നടക്കുകയാണ്. ആ സമയത്തോ അങ്ങനെ പോണ സമയത്ത് എന്തുണ്ടായി, ഈ പോണ സമയത്ത് ആ ഇതിൽ ഈ ക്ഷുദ്രമൃഗങ്ങളൊക്കെ തന്നെ കാണുമല്ലോ. അവരെയൊക്കെ കാണുമ്പോൾ കണ്ടിലേക്ക് നിങ്ങൾക്കൊക്കെ സുഖം തന്നെയല്ലേ, ഞാനാണ് നിങ്ങളൊക്കെ രക്ഷകൻ എന്നുള്ള ഭാവത്തിലൊരു ഭാവം കൂടി ഉണ്ട് ഈ ഗജേന്ദ്രൻ എന്ന് പറയുകയാണ്. അങ്ങനെ കേമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് പെട്ടെന്ന് എന്താണ് വല്ലാണ്ട് ഘർമ്മതപ്ത എന്നാണ്, പെട്ടെന്ന് വല്ലാണ്ട് ഇതിലെത്തിയ ദാഹവും ഇതൊക്കെ വന്നിട്ട് എന്ത് ചെയ്തു, സരോനിലം പങ്കജരേണുരൂഷിതം ജിഘ്രൻ വിദൂരാൽ മദവിഹ്വലേക്ഷണ മൃത സ്വയൂതേന തൃഷാർദിതേന തൽ സരോവരാഭ്യാസമതാഗമദ്രുതം. ഇങ്ങനെ പോണ സമയത്തുണ്ടല്ലോ എന്തുണ്ടായി, ഘർമ്മതപ്പത, അതായത് നല്ല വേനൽക്കാലത്തിൻ്റെ ആ ചൂട് കൊണ്ട് വിയർത്ത അവശനായിട്ട് നല്ല പെട്ടെന്ന് അങ്ങനെ എവിടെ ജലം കിട്ടാന്ന് അങ്ങനെ നോക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു, മെല്ലെ ആ ജിഘ്രൻ അതായത് തുമ്പി കൈകൊണ്ട് ഇങ്ങനെ ആനകൾ വെള്ളം എവിടെ ഉണ്ടെന്ന് ഇങ്ങനെ തുമ്പി ഇങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ മണത്ത് നോക്കുകയാണ് ചെയ്യുക. അതാ നേരത്തെ പറഞ്ഞില്ലേ, ആ താമരപ്പൂമ്പൊടിയുടെ ആ സമ്പർക്കമുള്ള ആ ജലത്തിൻ്റെ നല്ല സരോനിലം, ആ സരസിലെ കാറ്റ് അങ്ങനെ വിദൂരാൽ അകലത്ത് നിന്ന് ഇങ്ങനെ മണത്തറിഞ്ഞിട്ട് ജിഘ്രൻ എന്ത് ചെയ്തു, അതിൽ പിന്നെ തൃഷ അർദ്ദിതേന സ്വയൂതേന വൃത, എല്ലാ ആനക്കൂട്ടങ്ങൾ എല്ലാവർക്കും ദാഹം കൊണ്ട് അവരൊക്കെ വലഞ്ഞിരിക്കണു. അവരെല്ലാവരും കൂടി തൽ സരോവരാഭ്യാസം, ആ ഗംഭീര സരസിൻ്റെ സമീപത്തേക്ക് ദ്രുതം അകമൽ, വേഗത്തിൽ അങ്ങോട്ട് ചെന്നെത്തി. വിഗാഹ്യ തസ്മിൻ അമൃതാംബു നിർമ്മലം ഹേമാരവിന്ദോൽപലരേണുവാസിതം തപൗമികാമം നിജപുഷ്കരോദ്ധൃതം ആത്മാനമഭി സ്നപയൻ ഗതക്രമാ. പിന്നെയോ എന്താണ്, അവിടെ ഇങ്ങോട്ട് ചെന്നപ്പോഴേക്കും നല്ല നല്ല സരസ് അങ്ങനെ അതിൽ ശുദ്ധജലം തസ്മിൻ വിഗാഹ്യ, ആ സരസിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയില്ല ആനക്കൂട്ടം കേട്ടോ. ആത്മാനം അഭിസ്നപയൻ, ആദ്യം തങ്ങളുടെ ദേഹത്തിലൊക്കെ ജലം കൊണ്ട് അങ്ങനെ കഴുകി എന്നിട്ടോ. ഹേമ അരവിന്ദ ഉത്പല രേണുവാസിതം, നല്ല സ്വർണ്ണത്താമരങ്ങളുടെയും ചെന്താമരകളുടെയും പൂമ്പൊടിയാൽ വാസനിക്കുന്നതായിട്ടുള്ള ആ നിർമ്മലം അമൃതാംബു, മാലിന്യം തീരല്ലാത്ത ശുദ്ധമായിട്ടുള്ള അമൃതജലത്തെ നിജ പുഷ്കരോദ്ധൃതം, തൻ്റെ ആ തുമ്പിക്കൊണ്ടാണ് കോരിയെടുത്തിട്ട് നിഗാമം യഥേഷ്ടം പപവു, ധാരാളം പാനം ചെയ്തു എന്നിട്ടോ. ഗതക്രമ, ക്ഷീണശമനം എന്നുള്ള തീയുള്ള ക്ഷീണത്തിന് ശമനം വന്നവനായി ക്ഷീണമൊക്കെ മാറ്റി ആന സ്വപുഷ്കരേണോദ്ധൃതശീകരംഭുഭിർ നിപായയൻ സംസ്നവയൻ യഥാഗൃഹീ ഗൃണീകരേണോ കളഭാംശ്ച ദുർമദോ നാജഷ്ടകൃച്ഛ്രം കൃപണോ ജമായയാ. എന്താട്ടോ എന്നിട്ട് എന്ത് ചെയ്തു, അങ്ങനെ ആദ്യം സ്വയം കുടിച്ചു എന്നിട്ടോ. ഗൃണി, അനുകമ്പയുള്ള ഗൃഹീയത, അനുകമ്പയുള്ള ഒരു ഗൃഹനാഥനെ പോലെ, ദുർമദ, അഹന്തയില്ലാത്ത അവൻ, സ്വപുഷ്കരേണ, അഹന്തയോടുകൂടി അവൻ, അതാണ് അഹന്തയില്ലാത്ത എന്നല്ല, അഹന്തയോട് കൂടിയിട്ട് സ്വപുഷ്കരേണ
ഉദ്ധൃത ശീകരാംഭുവി കരേണു കളഭാഞ്ച, അതായത് തൻ്റെ തുമ്പിക്കരം കൊണ്ട് മുക്കിയെടുത്തുള്ള ശീതള ജലം കൊണ്ട് ആ പിടിയാനകളെയും ഒപ്പം തന്നെ ആനക്കുട്ടികളെയൊക്കെ കുളിപ്പിച്ചിട്ടും നിവായൻ കുടിപ്പിച്ചു കുയിമിരിക്കേ, അങ്ങനെ അവരെ കളിപ്പിച്ചും വെള്ളം കളിപ്പിച്ചും കുളിപ്പിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും തേവിയിട്ടും കൊണ്ട് ഇരിക്കുകയാണ്. ഒരു ഗൃഹനാഥൻ എങ്ങനെ തൻ്റെ ഗൃഹത്തിൽ അങ്ങനെ കേമായിട്ട് സന്തോഷമായിട്ട് കഴിഞ്ഞു കൂടുന്നു, അതുമാതിരി എന്നാണ് പറയേണ്ടത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അജമായയാ, എന്താണ് കൃപണ കൃച്ഛ്രം ന ആജഷ്ട, അതായത് ഭഗവാന്റെ മായയിൽ മുഴുകിയിട്ടാണ് ഈ ഇങ്ങനെ ആനന്ദത്തിലിരിക്കണേ. അപ്പോൾ പെട്ടെന്ന് അതിൽ വശീകൃതനായിട്ട് എന്തോ തനിക്ക് വരാൻ പോകണമെന്നുള്ളൊരു കഷ്ടപ്പാടിനെ പറ്റി തീരെ ചിന്തിച്ചില്ല എന്ന് പറയുകയാണ്. അങ്ങനെ അതിലങ്ങനെ മുഴുകിക്കഴിഞ്ഞു ആ ജലാശയത്തിൽ. തം തത്ര കശ്ചിന്ദ്രപദൈവ ചോദിതോ ഗ്രാഹോ ബലീയാംശ്ചരണേ രുഷാഗ്രഹീൽ യദൃച്ഛയൈവം വ്യസനം ഗതോ ഗജോ യഥാബലം സോതിബലോ വിചക്രമേ. ഈ രാജൻ പരീക്ഷിതനോട് ശ്രീജുബ്രഹ്മർഷി പറയുകയാണേ, തത്ര എന്താണ് ദൈവചോദിത ബലിയാൻ കശ്ചിൽ ഗ്രാഹ, ആ സമയത്ത് അവിടെ വെച്ചിട്ട് ദൈവേച്ഛയാൽ പ്രേരിതനായിട്ട് അതിബലവാനായിട്ടുള്ള ഒരു ഗ്രാഹ, അതായത് ഒരു മുതല, രുഷ തം ചരണേ അഗ്രഹീൽ, ഒരു ഓഷത്തോടെ അവൻ്റെ കാലിലാണ് കയറി പിടികൂടി. എതിർച്ഛയാ ഏവം വ്യസനം ഗത, പെട്ടെന്ന് ഇങ്ങനെ അവിചാരിതായിട്ട് ഇപ്രകാരം സങ്കടത്തിലേക്ക് ചെന്നെത്തിയ അതിബലവാനായിട്ടുള്ള സഗജ, ആ ആന യഥാബലം തൻ്റെ ശക്തി മുഴുവൻ ഉപയോഗിച്ച് വിചക്രമേ പിടിക്കാൻ വേണ്ടിയിട്ടാണ് പരിശ്രമിച്ചു എന്ന് പറയുന്നത്. കാലിൽ കയറി മുതല പിടിച്ചപ്പോൾ ആനയ്ക്ക് നല്ല ശക്തിയുണ്ട്, ആന മുതലെ പിടിവിടാൻ വേണ്ടി ഇങ്ങോട്ട് വലിക്കും ചെയ്തു പറയുകയാണ്. തഥാ അതുരം യോധപതിം കരേണവോ വികൃഷ്യമാണം തരസാ ബലീയസാ വിചുക്രുശുർ ദീനധിയോ പരേ ഗജാ പാർഷ്ണിഗ്രഹ താരയിതും ന ചാശകൻ. തരസാ ബലീയസാ വികൃഷ്യമാണം, ആ നല്ല മുതല പിടിച്ചിട്ട് എങ്ങനെയാണ് വേഗതയോടെ അതിബലവാനാൽ വലിക്കപ്പെട്ട് തഥാ ആതുരം അത്രയ്ക്ക് ക്ഷീണിതനായി തീർന്ന യൂഥപതിയും തങ്ങളുടെ സംഘത്തലവനെ കണ്ടിട്ട് ആ ഗജേന്ദ്രൻ അങ്ങനെ വയ്യാണ്ട ഇങ്ങോട്ട് കയറ്റി വലിക്കാൻ പറ്റില്ല, രണ്ടടി ഇങ്ങോട്ട് വലിക്കുമ്പോഴേക്കും നാലടി അങ്ങടാ വലിക്കണം മുതലേ. അങ്ങനെ കണ്ടപ്പോൾ അതീതിനെ കണ്ടപ്പോൾ ദീനഭാവത്തോടു കൂടിയിട്ട് പിടിയാനകളെ കരയണവാ വിചുക്രുശു നിലവിളിക്കാൻ തുടങ്ങി. പാർഷ്ണിഗ്രഹ രക്ഷപ്പെടാനെത്തിയ അവരെ മറ്റുള്ള ആനകള് താരയിതുന്ന അശകഞ്ച, മറ്റുള്ള ആനകൾക്ക് ആർക്കും ഇദ്ദേഹത്തിനെ വന്നിട്ട് പിടിച്ചു വലിക്കാൻ കൂടെ വലിച്ച് കയറ്റാൻ നോക്കി, അവർക്കാർക്കും അതിനെ പിടിപിടിപ്പിക്കാൻ പ്രാപ്തരായതുമില്ല എന്ന് പറയുകയാണ്. നിയുധ്യതോരേവം ഇഭേന്ദ്രനക്രയോർ വികർഷതോരന്തരതോ ബഹിർമിത സമാസഹസ്രം വ്യഗമൻ മഹീപദേ സപ്രാണയോ ചിത്രമമം സദാമരാ. ഹേ മഹീപദേ, പരീക്ഷിത്തേ, സപ്രാണയോ ജീവനോടെ തന്നെ ഇങ്ങനെയുള്ള ഇവേന്ദ്രനക്രയോ ഈ ഗജേന്ദ്രനും മുതലയും ബഹി അന്തരത പുറത്തേക്കും ഉള്ളിലേക്കും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏവം മീത വികർഷത അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിഴിച്ചുകൊണ്ട് നിയുദ്ധ്യതോ ഇങ്ങനെ യുദ്ധവ്യാപിതരായിരിക്കുന്ന സമയത്ത് സഹസ്രം സമാ വ്യഗമൻ 1000 സംവത്സരങ്ങൾ കഴിഞ്ഞു പോയി എന്നാ പറയണം. അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചുകൊണ്ടേ ആലോചിച്ച് നോക്കൂ. അമരാ ചിത്രം അമംസത, ദേവന്മാർ കൂടി അത്ഭുതമാണെന്ന് വിചാരിച്ച് അവരെല്ലാവരും ആകാശമാർഗങ്ങളിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണെന്ന് ഈ മുതലയും ആനയും തമ്മിലുള്ള ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പിടിവേലി. അങ്ങനെ ഇരിക്കുന്ന സമയത്തേക്ക് തതോ ഗജേന്ദ്രസ്യ മനോബലൗജസാം കാലേന ദീർഘേണ മഹാനഭൂൽവ്യയാ വിഗൃഹ്യമാണസ്യ ജലേ വസീദതോ വിവല്യയോ ഭൂൽ സകലം ജലൗകസാ. എന്തിനു പറയണു? തഥാ ദീർഘേണ കാലേന, ഇത്ര ദീർഘിച്ച കാലയളവില് എന്തുണ്ടായി? ജലേ വിഗൃഹ്യമാണസ്യ, ഈ വെള്ളത്തിൽ അങ്ങനെ വലിച്ചിഴക്കപ്പെട്ടിട്ട് അവസീദത ക്ഷീണിതനായ
ഗജേന്ദ്രസ്യ ഗജേന്ദ്രൻ്റെ മനോബല ഊജസ മനസ്സിനും ശരീരബലത്തിനും ഓജസ്സിനും മഹാൻ വ്യയ അഭൂൽ മഹത്തായിട്ടുള്ള ആ ക്ഷതം വന്നു വിട്ടു പറയുന്നത് ഗജേന്ദ്രൻ്റെ ശക്തി മുഴുവൻ ചോർന്നു പോകാൻ തുടങ്ങിയെന്ന് പറയുകയാണ്. ആ സമയത്ത് പക്ഷേ ജലൗകസ സകലം വിവര്യയ അഭൂൽ മുതലേണെന്ന് വെച്ചാൽ അത് ജലത്തിൽ തന്നെ കിടക്കുകയാണ്. അതിനാണ് വെച്ചാലോ പിന്നെ 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 ശക്തി വർദ്ധിച്ചും വന്നു എന്ന് പറയുകയാണ്. ഇത്തം ഗജേന്ദ്ര സയദാവസങ്കടം പ്രാണസ്യ ദേഹി വിവശോ യദൃച്ഛയാ അപാരയൻ ആത്മവിമോക്ഷണേ ചിരം ദദ്യാവിമാം ബുദ്ധിമതാഭ്യവദ്യത. ആ സമയത്ത് ആ ഗജേന്ദ്രൻ യഥാ ഇത്തം ആത്മവിമോക്ഷണേ അപാരയൻ ഈ എങ്ങനെ ഇപ്രകാരം തന്നെത്താൻ മോചിപ്പിക്കപ്പെടുവാൻ അശക്തനായിട്ട് ദേഹം മാത്രം അവശേഷിച്ചവനും പ്രാണസ്യ സങ്കടം തൻ്റെ ജീവന് പോലും അപകട സാധ്യത ആവചതത വന്നുവിടും എന്ന് പെട്ടവനും ആയ സമയത്ത് അപ്പോൾ വിവശ പരവശനായിട്ട് ചിരം ദധ്യൗ വളരെയേറെ ചിന്തിച്ചു. അഥ എതിർച്ചയാ പിന്നെ യാദൃച്ഛികമായിട്ട് ഇമാം ബുദ്ധിം അഭ്യവദ്യത അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് എന്തുണ്ടായി? അദ്ദേഹത്തിനൊരു പെട്ടെന്നൊരു ബോധോദയം ഉണ്ടായി എന്ന് പറയുകയാണ്. എന്താണ് ആ ബോധോദയം? നമാമി മേ ജ്ഞാതയ ആതുരം ഗജ കുതകരിണ്യ പ്രഭവന്തി മോചിതും ഗ്രാഹേണ പാശേന വിധാതുരാവൃതോ പ്യഹം ച തം യാമി പരംപരായണം. ഹരേ നാരായണ. എന്താണ് ജ്ഞാതയ ഇമേ ഗജ? അതായത് എൻ്റെ സ്വന്തക്കാരായിട്ടുള്ള ഈ ആനകൾക്ക് ആർക്കും ആതുരം മാം മോചിതും ന പ്രഭവന്തി ഈ ആപത്തിലകപ്പെട്ട എന്നെ രക്ഷിക്കാൻ എന്നെ മോചിപ്പിക്കുവാൻ അവരാരും പ്രാപ്തരാകുന്നില്ല. കരിണ്യ കൂത. പിന്നെ ഈ ആനകളുടെ കഥ എനിക്ക് പിടിയാനകളുടെ കഥ പറയാനുണ്ടോ ചോദിക്കുകയാണ്. വിധാതു ഇതാണ് വിധിയുടെ നക്രരൂപത്തിലുള്ള പാശേന ഈ മുതലായിട്ട് വന്ന ആരാണ്? എൻ്റെ വിധി തന്നെയാണ്. അങ്ങനെ മുതൽ കയറിനാൽ ആവൃത വരിഞ്ഞ് കെട്ടപ്പെട്ടവനായിട്ട് ഞാനെങ്ങനെ നിൽക്കുകയാണ് വെച്ചാലും ഇവർക്ക് ആർക്കും എന്നെ രക്ഷിക്കാൻ കഴിയില്ല. അപ്പം ഞാൻ എന്തേ ചെയ്യാൻ പറ്റൂ? രാജണം തം പരം അഹം യാമി. ആർക്ക് എന്നെ രക്ഷിക്കാൻ കഴിയൂ? ഏറ്റവും ആശ്രയിക്കപ്പെടേണ്ടവരിൽ പരമോന്നതനായിട്ടുള്ള ഏറ്റവും ഉന്നതനായിട്ടുള്ള അദ്ദേഹത്തിനെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സാക്ഷാൽ പരബ്രഹ്മസ്വരൂപിയായിട്ടുള്ള ഭഗവാനെ ശരണം പ്രാപിക്കാൻ അതാണ് അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടായത്. ഇത് നമുക്ക് ആലോചിച്ച് നോക്കൂ. ഇത് നമ്മുടെ എല്ലാവരുടെയും അവസ്ഥയാണ്. അവസാനം വരണ സമയത്ത് നമ്മളങ്ങനെ ഗൃഹസ്ഥാശ്രമത്തിലങ്ങനെ കുടുംബമായിട്ട് കഴിഞ്ഞ് കൂടുന്ന സമയത്ത് ആദരന്മാരെ വല്ലാത്ത വയസ്സുകാലത്തെ വയ്യാണ്ടായിട്ട് രോഗങ്ങൾ വന്നിട്ട് കിടക്കുന്ന സമയത്ത് ഒരാൾക്കും നമ്മെ രക്ഷിക്കാൻ കഴിയില്ല. ആർക്കേ രക്ഷിക്കാൻ കഴിയൂ? ഭഗവാന് മാത്രമേ രക്ഷിക്കാൻ കഴിയൂ. അത്ര ഒരു ഭാവമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. യക്കശ്ചനീശോ ബലിനോന്തഘോരകൾ പ്രചണ്ഡവേകൾ അഭിതാവതോ വൃശം പീതം പ്രപന്നം പരിപാതിയൽ ഭയാൽ മൃത്യു പ്രധാവത്യരണം തമീമഹി. ഞാൻ പ്രചണ്ഡവേഗാൽ വൃശം അഭിതാവത അസഹ്യമായിട്ടുള്ള വേഗത്തോടു കൂടി പെട്ടെന്ന് സർവത്ര ഓടി വരുന്ന ബലവാനായ അന്തകൻ എന്ന ഈ സർപ്പത്തിൽ നിന്ന് ഭീതം ഭയപ്പെട്ട് പ്രപന്നം കശ്ചന ആശ്രയിക്കുന്നവരെ യാതൊരു ഏകനായ ഈശ്വരൻ പരിപാതി സംരക്ഷിക്കുന്നുവോ യൽ ഭയാൽ യാതൊരുവനിൽ നിന്നുള്ള ഭയത്താൽ മൃത്യുദേവത പോലും ഭയന്ന് ഓടുന്നുവോ തം അരണം ഈമഹി. അദ്ദേഹത്തെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു. അതായത് ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും പ്രവർത്തിക്കുന്ന ഭഗവാനെ പേടിച്ചിട്ടാണ്, ആ പരമശക്തിയെ പേടിച്ചിട്ടാണ്. അന്തകൻ പോലും അദ്ദേഹത്തിനെ പേടിച്ചിട്ടാണ്. അങ്ങനെയുള്ള പരമശക്തനായിട്ടുള്ള ആ ഭഗവാനെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത അധ്യായത്തിലാണ് ഗജേന്ദ്രന്റെ സ്തുതി. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം അഷ്ടമസ്കന്ധേ മന്വന്തരാനുവർണ്ണനേ ഗജേന്ദ്രോപാഖ്യാനേ ദ്വിതീയോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.